ഹലോ ഗൈസ്, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. വാലന്റൈൻസ് ഡേ മാത്രമല്ല, അന്ന് ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഫുൾ ഡേ വിശേഷങ്ങൾ നമുക്കിതിലൂടെ കാണാവേ. അപ്പോൾ രാവിലെ 6 മണിക്ക് മുമ്പായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഏകദേശം 6 മണി ആവാറായിട്ടുണ്ടായിരുന്നു. നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി. ആദ്യക്കൂട്ടം മാത്രം റെഡി ആയിട്ടില്ല. രാത്രി എങ്ങനെ കിടന്നുറങ്ങിയോ അങ്ങനെ തന്നെ മോനെ എടുത്തിട്ട് പോകുമായിരുന്നു കേട്ടോ. ഈ ടൈമിലെങ്കിൽ ഇറങ്ങിയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റും. അവിടെ ഉദ്ദേശിച്ചത് വണ്ടർലയിലാണ്. നമ്മൾ ഇത്തവണ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് വണ്ടർലയിലാണ് കേട്ടോ. പോകുന്ന വഴിക്ക് എൻ്റെ അമ്മേനെ അനിയത്തിനെയൊക്കെ കൂടെ കൂട്ടിയിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത്. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ വണ്ടിയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അഴീക്കൽ പാലം. അപ്പോൾ പറയും, അയ്യോ ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ ആട്ടോ പോയത്. അങ്ങനെ ഞാൻ പാലത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആദ്യക്കുട്ടം ഉണർന്നു കേട്ടോ. ആദ്യക്കുട്ടം ഉണർന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് എവിടെയാണ് നമ്മൾ യാത്രയ്ക്ക് പോകുന്നത്. കണ്ണ് തുറന്നപ്പോഴത്തേക്ക് ആദ്യക്കുട്ടൻ കാണുന്നത് യാത്ര പോകുന്നതാണ്. ആദ്യക്കുട്ടൻ ഭയങ്കര സന്തോഷം കേട്ടോ. കറങ്ങാൻ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ദേ ഇരിക്കുന്ന രണ്ടുപേരും, ഇവർ രണ്ടും കാറിൽ കയറിയെന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എടുത്ത വീഡിയോ ആണിത്. അതിനോടൊപ്പം സോബിനോട് ഒന്ന് ചിരിക്കും സോബി, ഒന്ന് ചിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് എത്ര ബലം പിടിച്ച് ചിരിക്കാതിരിക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ വണ്ടർലയിൽ എത്തിയിട്ടുണ്ട്. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്നാണ് കരുതിയത്. അയ്യേ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചുവിടാറുന്നോ, എന്തിനാ ഇത്രയും കെട്ടിച്ചമന്ന് പോയതെന്ന് ചോദിക്കരുത്. ആദ്യക്കുട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അവനും ഞങ്ങൾക്കും ഒക്കെ ഉള്ളത് എന്ന് ബ്രേക്ക്ഫാസ്റ്റ് കരുതുമായിരുന്നു. അത്രയും സമയം നമ്മൾ കടയിൽ സ്പെൻഡ് ചെയ്ത് കളയണ്ടല്ലോ. അങ്ങനെ ദേ ആദ്യക്കുട്ടിനെ ഫ്രഷപ്പ് ചെയ്തെടുത്തു കേട്ടോ. ആദ്യക്കുട്ടിന് രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റാണൊക്കെ നമ്മൾ കൊണ്ടുവരുമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ വെച്ച് തന്നെ ആദ്യക്കുട്ടിനെ ഡയപ്പർ ചേഞ്ച് ചെയ്തു, ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ആദ്യക്കുട്ടിനെ റെഡിയാക്കി. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പുറകിൽ ഒരു റൈഡ് സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ മനസ്സിലായി മണി 11 ആയി. 11 മണിക്കാണ് വണ്ടർലയിൽ റൈഡ്സൊക്കെ ഓപ്പൺ ആവുക. മീൻസ് റൈഡിൻ്റെ സെക്ഷനൊക്കെ സ്റ്റാർട്ടാകുന്നത് 11 മണിക്കാണ് കേട്ടോ. 10:30 നമുക്ക് എൻ്റർ ചെയ്യാം അകത്ത്. പക്ഷേ 11 മണിക്ക് റൈഡ്സൊക്കെ ഓപ്പൺ ആവത്തുള്ളൂ. ഞങ്ങളിതേ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ചേട്ടൻ എന്തോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ കപ്പിൾസിന് പ്രത്യേക ഒരു ഡിന്നർ പാർട്ടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കപ്പിളിൻ്റെ കൂപ്പൺ എടുക്കാം എന്നൊക്കെ ആയിരുന്നു. എന്തായാലും ഞങ്ങൾ 2 കൂപ്പൺ എടുത്തു. 2 ഉദ്ദേശിച്ചത്, ഒന്ന് എനിക്കും സോബിനും കപ്പിളിൻ്റെ സെറ്റ്, പിന്നെ മമ്മിക്കും അനിയത്തിക്കും എന്തായാലും അതിൽ പങ്കെടുത്തല്ലേ പറ്റൂ. അപ്പോൾ അവർ 2 പേരുള്ളതുകൊണ്ട് അവർക്കൊരു കപ്പിൾ കൂപ്പണാണ് എടുത്തത്. വേറെ ഒന്നും അവൈലബിൾ അല്ല. അങ്ങനെ എടുത്താലേ അവർക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാനോ ഫുഡ് കഴിക്കാനോ ഒക്കെ പറ്റുള്ളൂ. അങ്ങനെ അവർക്ക് കണ്ടുകൂടെ ഒരു ടിക്കറ്റും ഞങ്ങൾക്കൊരു ടിക്കറ്റും എടുത്തു. അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ചേട്ടന്മാർ നമ്മളെ വെൽക്കം ചെയ്യാനുണ്ടായിരിക്കും കേട്ടോ. വർഷങ്ങളായിട്ട് ഈ ചേട്ടന്മാരുള്ളതാണ്. ഞാൻ സ്കൂൾ ടൈം തൊട്ടേ പോകുമ്പോഴേ ഈ ചേട്ടന്മാരെ നമ്മൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഡ്രസ് ചേഞ്ചിങ് റൂമിലോട്ടാട്ടോ. കാരണം ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്കിനി റൈഡ്സിലൊക്കെ കയറാനായിട്ട്. മാക്സിമം എൻട്രൻസിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കയറുന്നതാണ് നല്ലത്. കാരണം ഡ്രസ് ചേഞ്ചിങ് റൂമിൻ്റെ സെക്ഷനിൽ ഒരുപാട് തിരക്കായിരിക്കും. നമുക്ക് അവിടെ തന്നെ കുറേ സമയം പോകും. അപ്പം ഞങ്ങൾ വിചാരിക്കുമായിരുന്നു കുറച്ചും കൂടെ നേരത്തെ അങ്ങ് കയറേണ്ടതായിരുന്നു എന്ന്. കാരണം സ്കൂൾ കുട്ടികളുടെ തിരക്കായിരിക്കും. പിന്നെ അന്നത്തെ ദിവസം ഞാൻ നോക്കിയിട്ട് നമ്മുടെ മലയാളി സ്റ്റുഡൻസ് ആരും തന്നെ ടൂറിന് അവിടെ ഇല്ലായിരുന്നു എന്നാണ്. അതായത് സ്കൂളിൽ നിന്ന് ടൂർ അവിടെ വന്നിട്ടില്ലായിരുന്നു. മൊത്തം വന്നത് തമിഴ്നാട് സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ടൂറിൻ്റെ സെക്ഷനൊക്കെ ഏകദേശം തീർന്നല്ലോ. ഇപ്പോൾ എക്സാം ടൈമാണ്. എനിക്കൊന്ന് അവർക്കിപ്പോൾ ടൂറിൻ്റെ ടൈമാണ്. അപ്പോൾ മൊത്തം തമിഴ്നാട് സ്റ്റുഡൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഫീഡിങ് റൂം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മൾ കയറി പോകുമ്പോൾ കാണുന്നത് ഡ്രസ്സിങ് റൂമും ലോക്കറും ഒക്കെയാണ്. നമ്മുടെ ലോക്കറിൽ വെച്ചിട്ട് സാധനങ്ങൾ പൂട്ടാം. എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഡ്രസ്സ് ചേഞ്ചിങ് റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണുന്നത് അവിടെ ഇരുന്ന് ആദ്യക്കൂട്ട് ഭയങ്കരമായിട്ട് കളിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ റൈഡ്സിലൊക്കെ കയറാൻ പോയി. കാരണം ഇനി ടൈം കളയാനില്ല നമുക്ക്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും കയറണ്ടേ. അപ്പോൾ റൈഡ്സിലൊക്കെ കയറാൻ പോകേണ്ടത് നമ്മൾ ഇതുവഴി കേട്ടോ. ഈ പൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ റൈഡ്സിലേക്ക് പോകേണ്ടത്. പൂൾ ഏരിയാസൊക്കെ ഓപ്പൺ ആവുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. അതായത് വാട്ടർ പാർക്കൊക്കെ ഓപ്പൺ ആവുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഞാൻ നോക്കുമ്പോൾ ഈ ചേട്ടന്മാർ എന്തൊക്കെയോ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് കത്തിയത് വൈകിട്ട് ഡിന്നർ പാർട്ടി ഉണ്ടല്ലോ കപ്പിൾസിന് സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായത് പൂൾ ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ നടക്കുന്ന വഴി കണ്ട കാഴ്ചകളാട്ടോ നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നടക്കുന്ന കണ്ടിട്ട് എൻ്റെ അനിയത്തി പറയുമായിരുന്നു, എന്തു ഈ കാണിക്കുന്നത്, ഇവിടെ നിന്നാൽ മതി, റൈഡ്സിലൊന്നും കയറണ്ടേ. നമ്മൾ പുറകിൽ നോക്കിയാൽ കാണാം 12 എന്നുള്ള ടൈം. ഏകദേശം 12:15 അപ്പം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ടൈം നമുക്ക് ഡ്രസ് ചേഞ്ചിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോകുമെന്ന് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തപ്പിത്താറി നിൽക്കരുത്. സ്പീഡപ്പായിട്ട് ഓടി നടന്ന എല്ലാം പോയി റൈഡ്സിലൊക്കെ കയറാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയ റൈഡ് ഇതായിരുന്നു കേട്ടോ. ഇത് വേറെ ആരോ ഒരു കുട്ടിയാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കിട്ടിയില്ല. അതിൻ്റെ അകത്തിരിക്കുന്നത് ഞങ്ങളാണെന്നൊന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് കുട്ടി ഷൂട്ട് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ കയറിയത് ഈ റൈഡിലായിരുന്നു കേട്ടോ. ഇത് പേടിയോടൊപ്പം കുറച്ച് ഫണ്ടും കൂടെ മിക്സ് ആയപ്പോൾ അടിപൊളിയായിരുന്നു. ആദ്യത്തേത് കുറേ പേടിക്കാമെന്നല്ല, അത്ര ഫണ്ണായിട്ടൊന്നും എനിക്ക്
എനിക്ക് തോന്നിയില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേപോലെ അല്ല. എന്നാൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് പേടിയും അടിപൊളി ഫണ്ണുമായിരുന്നു. ഇതിലാദ്യമായിട്ട് ധൈര്യശാലിയായിട്ട് കയറിയത് എൻ്റെ അമ്മയാണ് കേട്ടോ. കാര്യം ഞങ്ങളിങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു സെക്ഷൻ സീറ്റ് ഫില്ലായി. അപ്പോൾ ഒരു സീറ്റായിട്ട് ബാക്കി വന്നപ്പോൾ ആരെങ്കിലും ഒരാളായിട്ട് കയറാനുണ്ടോ എന്ന് അവിടുത്തെ വണ്ടർലയിലെ സ്റ്റാഫ് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഒരാളായിട്ട് ആരും കയറാൻ തയ്യാറല്ല. അങ്ങനെ മമ്മി പറഞ്ഞെങ്കിൽ ഞാൻ കയറാം എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ട് മമ്മി അങ്ങ് ഓവർടേക്ക് ചെയ്തങ്ങ് പോയി കയറി കേട്ടോ. മമ്മിയുടെ എക്സ്പ്രഷൻസൊക്കെ കണ്ടിട്ട് താഴെ ക്യൂ നിന്ന് ഞാൻ സോണി ഭയങ്കര ചിരിയായിരുന്നു. സത്യം പറഞ്ഞാൽ ചിരിച്ചത് വെറുതെ ആയിപ്പോയി. അടുത്ത സെക്ഷൻ ഞങ്ങളാണ് കയറിയത്. മമ്മി താഴെ നിന്ന് ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. സോണിയുടെ മുടി ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അഴിഞ്ഞു പോയി. അവളെല്ല മുടിയൊക്കെ ഇങ്ങനെ യക്ഷയെ പോലെ കിടന്ന് പറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കിടന്ന് ബഹളം വെക്കുന്ന കണ്ടിട്ട് താഴെ നിന്ന് മമ്മി ഭയങ്കര ചിരിയായിരുന്നു. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് മമ്മിയുടെ ഡയലോഗും എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അടുത്ത റൈഡിലേക്ക് പോയി കേട്ടോ. അടുത്ത റൈഡിലോട്ട് ചെന്നപ്പോഴാണ് ദൈവം ഇതിലും വലുതാണോ അതെന്ന് ആലോചിച്ചത്. ഇതിലൊന്നും നമ്മൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. വീഡിയോ എടുക്കുന്നവരെ കുറ്റം പറയാനേ പറ്റില്ല കേട്ടോ. കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതിനുശേഷം നമ്മൾ ഈ റൈഡിൽ വന്നു. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഇപ്പം അതിൻ്റെ തിരിക്കുന്ന കാര്യം ആലോചിച്ചിട്ട്. വണ്ടർലയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൈഡ്സിൽ കയറിയിട്ട് അടുത്തതിൽ കയറുമ്പോൾ അതിനേക്കാൾ അടിപൊളി എന്ന് പറയേണ്ട രീതിയിലാണ് അങ്ങനത്തെ റൈഡ്സാണ് എല്ലാം. പിന്നെ ആദ്യക്കുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ആദ്യക്കുട്ടിനെ അവിടെ ഒരു കുതിരയുടെ പുറത്തിരുത്തി കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ. ആദ്യക്കുട്ടിന് ഒരു റൈഡിലും കയറാൻ പറ്റില്ല ഈ പ്രായത്തിൽ. പിന്നെ അത് മാത്രമല്ല, ആദ്യക്കുട്ടിനെ കളിപ്പിച്ച ആ കുതിരയില്ലേ, അതുപോലത്തെ റൈഡ്സ് കുറച്ച് വേറെ ഉണ്ട് കുട്ടികൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും അവിടെ സ്റ്റാർട്ട് ചെയ്തോ വർക്ക് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു. കാരണം അത്രയും ചെറിയ കുട്ടികൾ അവിടെ അത്രയും വരാത്തത് കൊണ്ട് തന്നെ. ഇപ്പോൾ ഒരെണ്ണത്തിൽ കയറണമെങ്കിൽ പോലും ഒരു 6-7 പിള്ളേരെങ്കിലും വേണം. അത്രയ്ക്ക് പിള്ളേർ വരാത്തത് കൊണ്ട് അവരതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നയോ വർക്ക് ചെയ്യുന്നയോ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യക്കുട്ടിനെ കൊണ്ടിരുത്തി ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ 1-2 എണ്ണത്തിൽ ഞാൻ ആദ്യക്കുട്ടിനെ അങ്ങനെ ചെയ്യിപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കയറിയത് ഈ കാറിനകത്താണ് കേട്ടോ. ഇതിനകത്ത് ഞങ്ങളെല്ലാവരും ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് അത്ര പേടിക്കാനായിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഞങ്ങൾക്ക് പേടിയായിട്ടൊന്നും തോന്നിയില്ല. അടിപൊളി ഫണ്ണാണ്. ഇതിനകത്ത് അങ്ങനെ പേടിപ്പെടുത്തുന്നതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കയറിയത് ഈ കാറിലായിരുന്നു കേട്ടോ. ഇത് സെൽഫ് ഡ്രൈവ് കാറാണ്. ഇതിൻ്റെ പേര് ക്രേസി ഫൺ എന്നാണ്. പേര് പോലെ തന്നെ അടിപൊളി ക്രേസി ഫണ്ണായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഈ റൈഡിൽ ആദ്യം കയറിയത് ഞാനും സോബിനുമാണ്. അപ്പോൾ ആദ്യക്കുട്ടൻ മമ്മിയുടെയും സോണിയുടെയും കയ്യിലായിരുന്നു. വീഡിയോ ഞാൻ തന്നെ എടുത്തതാണ് കേട്ടോ. സോബി വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ തന്നെ സെൽഫായിട്ട് എടുത്ത വീഡിയോ ആണിത്. അടിപൊളി ഫണ്ണായിരുന്നു കേട്ടോ. നമ്മൾ എത്ര കാർ ഓടിച്ചിട്ടുണ്ട്, എത്ര റോഡിൽ കൂടെ ഓടിച്ചാലും മറ്റുള്ളവരുടെ കാറിൽ കൊണ്ട് ഇടിക്കാനൊരു പ്രൈവസി കിട്ടുന്നത് നമുക്കിവിടെ അല്ലേ. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ ആദ്യക്കുട്ടിനെ ഏൽപ്പിച്ചിട്ട് മമ്മി സോണിയാണ് കേട്ടോ അടുത്ത വണ്ടി ഓടിക്കാൻ പോയത്. നല്ല രസമായിരുന്നു ഒരു വണ്ടി ഓടിക്കുന്നത് കാണാനായിട്ട്. ശരിക്കും എനിക്ക് തോന്നിയത് അവിടെ ഒരുപാട് പേടിപ്പെടുത്തുന്ന റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിനേക്കാളും ഒരുപാട് ഫണ്ണായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇത് തന്നെയാണ്. സേഫ് ആൻഡ് ഫൺ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേതും സേഫൊക്കെ തന്നെ, എന്നാലും പേടിയില്ലാതെ നമുക്ക് ഇത്ര അടിച്ചു പൊളിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ റൈഡ്സിലൊക്കെയാണ് കേട്ടോ. അപ്പം അതിൽ മാത്രം കയറാതെ പോകുന്നവർ ഇതും ഒക്കെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിയായിട്ടോ. 2 മണി ആയപ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം റൈഡ്സൊക്കെ കവർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കുറുക്ക് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അതാണ് കൊടുത്തത്. രാവിലെ നമ്മളെല്ലാം പോലെ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. ഉച്ചയ്ക്ക് കുറുക്കുമാണ് കൊടുത്തത്. എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കൊടുക്കുന്നതോട് പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ കഴിച്ച് ഫുഡ് കൊടുക്കാഞ്ഞത്. പക്ഷെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാതെ വയ്യ. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു. പിന്നെ പറയേണ്ട ഒരു കാര്യം, വണ്ടർലയിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഷോപ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റുമാണ്. പിന്നെ ഗെയിംസൊക്കെ കളിച്ച് നമ്മൾ ടെഡി ബെയർ വാങ്ങിക്കില്ലേ, അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. സോബിന് അതിനകത്ത് കയറി കളിച്ച് ഒരു ടെഡി ബെയറിനെ കിട്ടി. ബോൾ എറിഞ്ഞ് വീഴ്ത്തി നമുക്കൊരു ടെഡി ബെയറിനെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടെഡി ബെയറിനെയൊക്കെ വാങ്ങിയിട്ട് നേരെ പോയത് വാട്ടർ റൈഡ്സിലൊക്കെ കയറാനാണ്. വാട്ടർ റൈഡ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിലൊക്കെ കയറാനായിട്ട് പോകുമായിരുന്നു. പക്ഷേ എന്നിട്ട് നമ്മൾ വേറെ റൈഡ്സൊക്കെ കണ്ടപ്പോൾ അതിൽ കയറി, ഇങ്ങനെ സില്ലി ആയിട്ടുള്ളതിൽ കയറി. ആദ്യക്കുട്ടിൻ്റെ അവിടെ ഒരു കാർ മോഡലൊരു ഡക്കിനെ കണ്ടു. ആദ്യക്കുട്ടിന് കാർ ഓടിക്കാൻ നന്നായിട്ട് അറിയാമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് സ്റ്റിയറിങ് വളയ്ക്കാൻ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു സോബി വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം ഒബ്സർവ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ആനക്കുട്ടിയുടെ മണ്ടയിൽ ഇരുത്തി. ഇനി ഒരു റൈഡ്സിലും കയറില്ല ഫുഡ് കഴിച്ചിട്ടും തീരുമാനിച്ച ഞങ്ങളാണ് ഈ റൈഡ് കണ്ടപ്പോൾ കയറിയത്. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് കയറിയത് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല. വോമിറ്റിംഗ് ടെൻഡൻസി വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ കയറി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പോയത് ഇതിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് വാട്ടർ പെൻഡുലം എന്നായിരുന്നു. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ. കാണുമ്പോൾ നമ്മളേക്കും ഇത്രയും സിമ്പിളാണോ എന്ന്, പക്ഷെ അങ്ങനെയല്ല. പെട്ടെന്ന് കുത്തനെയുള്ളൊരു ചാട്ടവും അതേ സ്പീഡിൽ തന്നെ കുത്തനെയുള്ളൊരു കയറ്റവും ഒരുമിച്ച് വന്നാൽ എന്തുപോലെ ഇരിക്കും, അത് എക്സ്പീരിയൻസ് തന്നെ ഇത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. പെട്ടെന്ന് താഴോട്ടും അതേ സ്പീഡിൽ തന്നെ പെട്ടെന്ന് മുകളിലോട്ടും, അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതിനകത്ത് ആദ്യം കയറിയത് മമ്മിയും സോണിയുമായിരുന്നു. രണ്ടാമത് കയറിയത് ഞാനും സോബിനുമായിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ പല റൈഡ്സിലും കയറിയത്. കാരണം ആദ്യക്കുട്ടിന് ആരെങ്കിലും
പിടിക്കണമല്ലോ. നമ്മൾ പുറത്തുനിന്ന് ആരുടെയും കയ്യിൽ ആദ്യക്കുട്ടിനെ കൊടുത്തിട്ടില്ല, മീൻസ് ഞങ്ങൾക്ക് അറിയാത്ത ആരുടെയും കയ്യിൽ ആദ്യക്കുട്ടിനെ കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇത്ര നേരം വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളുടെ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ആദ്യക്കുട്ടിനുള്ളതായിരുന്നു. അത് നമ്മൾ ലോക്കറിൽ വെച്ച് പൂട്ടിയില്ല. ആ ബാഗിനകത്ത് ഫുൾ ആദ്യക്കുട്ടിനുള്ള ടവൽ, ആദ്യക്കുട്ടിനുള്ള ഡ്രസ്സ്, ഫുഡ്, വെള്ളം ഒക്കെ ആയിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ മൊബൈൽ ഫോൺസൊക്കെ വെക്കാനായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മളിത് ഈ റൈഡിലാണ് അടുത്തത് കയറിയത്. ഇതിൽ കയറണമെന്നായിരുന്നു എല്ലാവർക്കും ഒരേപോലെ ആഗ്രഹം. വന്നപ്പോഴേ പറഞ്ഞാൽ അതിൽ കയറണമെന്ന് തന്നെ ആയിരുന്നു. അങ്ങനെ ഈ റൈഡോട് കൂടി നമ്മുടെ റൈഡ്സൊക്കെ നമ്മൾ കവറപ്പ് ചെയ്ത് തീർത്തു കേട്ടോ. നമ്മൾ 2-3 റൈഡ്സിൽ കയറിയതിൻ്റെ വീഡിയോസ് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. വീഡിയോസ് എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു, അങ്ങനെ ബുദ്ധിമുട്ട് കാരണം നമുക്ക് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. പൂൾ ഏരിയസിലൊക്കെ ലാസ്റ്റാണ്, അതിനുശേഷം റൈഡ്സിലൊന്നും നമ്മൾ കയറിയില്ല. ലാസ്റ്റ് പിന്നെ വണ്ടർലയിൽ നിന്ന് ഇറങ്ങുന്നവരെ നമ്മൾ വെള്ളത്തിൽ കളിയായിരുന്നു കേട്ടോ ഫുള്ള്. അപ്പോൾ ആദ്യക്കുട്ടനെ വെള്ളത്തിൽ ഇറങ്ങി ഭയങ്കര സന്തോഷമായി. ആദ്യക്കുട്ടനെ വെള്ളത്തിൽ നീന്താൻ പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ സോബി. ആക്ച്വലി വെള്ളത്തിൽ നീന്താൻ പഠിപ്പിക്കുന്നതല്ല, നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ആദ്യക്കുട്ടനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആദ്യക്കുട്ടൻ ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ വെച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ സോബിന് ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു ആദ്യക്കുട്ടനെ. വെറുതെ പിടിച്ചാൽ മതി, വെള്ളത്തിലൊന്നും അല്ല നമ്മൾ എവിടെ റൂമിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചാൽ നീന്തുന്ന പോലെ കാണിക്കുമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാണിച്ചാൽ നീന്തുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് വെള്ളത്തിൽ ഇങ്ങനെ നിർത്തിയപ്പോൾ നീന്തി കാണിക്കുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവനിങ്ങനെ നീന്തുന്നത് കണ്ടിട്ട് ഒരുപാട് പേരോട് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ കേട്ടില്ലെങ്കിലും അവരിങ്ങനെ പറയുന്നതായിട്ട് മനസ്സിലായി. പരസ്പരം പാർട്ട്നേഴ്സിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ദേ കൊച്ചിനെ നീന്താൻ പഠിപ്പിക്കുന്ന കണ്ടോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. പിന്നെ ഈ ബക്കറ്റ് കണ്ടോ, ഈ ബക്കറ്റ് വെള്ളം നിറയുമ്പോൾ നമ്മുടെ തലയിലോട്ട് വീഴും. അത് നല്ല രസം കേട്ടോ. ഇതിനു വേണ്ടി മാത്രമാണ് ആളുകളൊക്കെ താഴെ പോയി ബക്കറ്റിന് താഴെ നിൽക്കുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ ഇടയ്ക്ക് നമ്മളിത് ഈ റൈഡിൽ കയറാൻ പോയായിരുന്നു കേട്ടോ. ഇതിൽ ക്യൂ നിന്നെങ്കിൽ ഞാൻ കയറിയില്ല, എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ പേടിയായി. എനിക്ക് പ്രത്യേകിച്ച് ഈ ഗുഹ പോലത്തെ സംഭവത്തിലൂടെ അകത്തൂടെ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സോബിനും സോണിയും മാത്രമാണ് കയറിയത്. ഞാനും മമ്മിയും കയറിയില്ല. മമ്മി ആദ്യമേ പറഞ്ഞു ഞാൻ ഇതിൽ കയറാൻ വരത്തില്ല എന്ന്. അങ്ങനെ ആ ടൈമിൽ ഇവർ ഇതിലൊക്കെ കയറിയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ആദ്യക്കുട്ടന് സ്നാക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോയായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയിരുന്നല്ലോ, അപ്പോൾ ഞാൻ വെള്ളവും സ്നാക്സൊക്കെ കൊടുക്കാൻ പോയിരുന്നു. അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടർല ക്ലോസ് ആയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ഗെറ്റ് റെഡി ആയിട്ട് നമ്മൾ പാർട്ടിക്ക് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം പാർട്ടി ഉണ്ടെന്ന്. അപ്പോൾ കപ്പിൾസ് മാത്രമായി വണ്ടർലയിൽ, ബാക്കി അതായത് നമ്മൾ ഈ രാവിലെ ടിക്കറ്റ് എടുത്ത ആളുകൾ മാത്രമായി വണ്ടർലയിൽ. ബാക്കി എല്ലാവരും വണ്ടർല വിട്ട് പോയി കേട്ടോ. വണ്ടർല ക്ലോസ് ചെയ്തു. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ആയിരുന്നു കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്. അവരെ കൊണ്ട് ഓരോ ഗെയിംസൊക്കെ കളിപ്പിച്ചായിരുന്നു കേട്ടോ. ഡാൻസ്, പേപ്പർ ഡാൻസ് എന്ന് പറയും. പേപ്പർ താഴെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഡാൻസ് കളിക്കണം. അതിൻ്റെ അകത്തുനിന്ന് കാലെടുത്ത് ഔട്ടാവും. അങ്ങനത്തെ കുറേ ഡാൻസസ്. ഇതെല്ലാം കപ്പിൾസാണ്. കുറച്ച് വെച്ച് നമ്മുടെ ഗെയിം കളിപ്പിക്കത്തുള്ളായിരുന്നു. ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3-4 ഗെയിംസിന് ശേഷം നമുക്ക് ഡിന്നർ ടൈമിലേക്കായി. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരുന്നു കേട്ടോ. സത്യം പറയാൻ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കണമെന്ന്. അതെന്തായാലും ഇത്തവണ പറ്റി. അതും വാലന്റൈൻസ് ഡേക്കും ആനിവേഴ്സറിക്കും കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ സെക്ഷൻ. രാവിലെ നമ്മൾ ഈ വഴി കൂടെയാണ് നടന്നു പോയത്. അപ്പോൾ കണ്ട വീഡിയോസിലൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയില്ലല്ലോ. അത് ഈ ഡെക്കറേഷൻസൊക്കെ അവർ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. വൈകുന്നേരം വണ്ടർല ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ രാവിലെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴൊന്നും കാണാത്തതൊക്കെ വൈകുന്നേരം ഇത്രയും ലൈറ്റ്സിൽ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം നമുക്ക്. എൻ്റെ പുറകിൽ വണ്ടർല ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും എടുത്തു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഈ കാണുന്നതെല്ലാം ഫുഡാണ്. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. സത്യത്തിൽ കുറേതിൻ്റെ പേരൊന്നും തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. ഒരുപാട് ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. നമ്മളെടുത്ത ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 934 അങ്ങനെ എന്തോ ആയിരുന്നു. 900 സംതിങ് ആയിരുന്നു നമ്മുടെ റേറ്റ്. അതിൽ അൺലിമിറ്റഡ് ഫുഡായിരുന്നു കേട്ടോ. എനിക്കത് വർത്തായിട്ടാണ് തോന്നിയത്. കാര്യം നമ്മൾ ആ എമൗണ്ടിൽ ഞങ്ങൾ 2 പേർക്ക് പുറത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇത്രയേറെ ഫുഡ്, ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഡെക്കറേഷൻസ് പറയാതെ വയ്യ, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ടേബിൾ സെറ്റിംഗ്. നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ടേബിൾ സെറ്റിംഗ് ആയിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ 2 കുക്കീസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് എടുക്കാൻ പോവാം. അൺലിമിറ്റഡ് ഫുഡായിരുന്നു ഞാൻ പറഞ്ഞ പോലെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാനാണ് നോക്കിയത്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതെങ്കിലും കുറച്ചും കൂടെ സ്പീഡപ്പായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം നമുക്ക് ഇങ്ങ് തിരിച്ച് കൊല്ലം വരെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങ് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോഴും അവിടെ ആ കപ്പിൾസൊക്കെ അവിടെ നിൽപ്പുണ്ട്. എന്നാലും എല്ലാം തീർന്നു, പ്രോഗ്രാംസ് എല്ലാം തീർന്ന് വൈൻഡപ്പ് ചെയ്തു. എന്നാലും അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ 2-3 ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. പൂളേരിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കണ്ടപ്പോൾ ഉള്ള പൂളൊന്നും അല്ല അത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഈ വർഷത്തെ വാലന്റൈൻസ് ഡേ ആൻഡ് 3rd ആനിവേഴ്സറി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, ബൈ.